ഒരു വെബ്സൈറ്റ് സെർവറിനെ കൊണ്ട് അതിനെ തന്നെ അറ്റാക്ക് ചെയ്താൽ അതാണ് സെർവർ സൈഡ് റിക്വസ്റ്റ് ഫോർജറി. ഇത് എന്ത് വൾണറബിലിറ്റി ആണെന്ന് വെച്ചാൽ അറ്റാക്കേഴ്സ് സെർവർ സൈഡ് ആപ്ലിക്കേഷനെ ട്രിക്ക് ചെയ്ത് HTTP റിക്വസ്റ്റ് സെൻഡ് ചെയ്ത് സിസ്റ്റത്തിലെ ഇന്റേണൽ ഓർ എക്സ്റ്റേണൽ റിസോഴ്സസ് ആക്സസ് ചെയ്യുക. ഇവിടെ അറ്റാക്കേഴ്സ് വെബ്സൈറ്റിന്റെ URL ചേഞ്ച് ചെയ്ത് ഇതുപോലെയുള്ള പാത്ത് കൊടുക്കും. ഈ റിക്വസ്റ്റ് സെർവർ പ്രോസസ്സ് ചെയ്ത് അതിനുള്ള റിപ്ലൈയും കൊടുക്കും. കാരണം ഇത് പുറത്തുനിന്ന് വരുന്ന ഒരു റിക്വസ്റ്റ് അല്ല, സെർവറിൽ തന്നെ ഇന്റേണലി സംഭവിക്കുന്ന ഒരു റിക്വസ്റ്റ് ആണ്. ആ സെർവർ വൾണറബിൾ ആയതുകൊണ്ടാണ് ഈ റിക്വസ്റ്റ് സെർവർ അക്സെപ്റ്റ് ചെയ്യുന്നത്. അതായത് പുറത്തുനിന്ന് ഒരു റിക്വസ്റ്റ് വന്നാൽ അത് ഫയർവാൾ തടയാൻ ചാൻസ് ഉണ്ട്. ഒന്നുകൂടി വ്യക്തമാക്കി പറയുകയാണെങ്കിൽ, ഇമാജിൻ ഒരു ഹൈലി സെക്യൂർഡ് ആയ ഒരു ബിൽഡിംഗ്, അതിൻ്റെ ഉള്ളിൽ കോൺഫിഡൻഷ്യൽ ആയ ഒരു ഫയൽ ഉണ്ട്. പുറത്തുനിന്ന് ആരെങ്കിലും ആ ഫയൽ ആക്സസ് ചെയ്യാൻ ശ്രമിച്ചാൽ സെക്യൂരിറ്റി ഗാർഡ് അവരെ തടയും. പക്ഷെ ഇയാൾക്ക് ആ ഫയൽ വേണം. സെക്യൂരിറ്റി ഗാർഡ് അറിയാതെ അതിനുള്ളിൽ കടക്കുന്നതിന് പകരം കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയിനെ ട്രിക്ക് ചെയ്ത് ആ ഫയലിനെ എടുത്തുകൊണ്ട് വരാൻ പറയും. ഇവിടെ ഫയൽ മോഷ്ടിക്കുന്ന ആളിനെ അറ്റാക്കർ എന്നും സെക്യൂരിറ്റി ഗാർഡിനെ ഫയർവാൾ എന്നും എംപ്ലോയിനെ സെർവറായും കൺസിഡർ ചെയ്താൽ കാര്യം പിടികിട്ടും. ഇതിനൊരു എക്സാമ്പിൾ പോർട്സുകളിൽ കൊടുത്തിട്ടുണ്ട്. അത് ആദ്യം നോക്കാം. ഇവിടെ നോക്കിയാൽ SSRF അറ്റാക്കിൽ ആ സെർവറിൽ തന്നെ ഒരു ലൂപ്പ് ബാക്ക് റിക്വസ്റ്റ് സെൻഡ് ചെയ്ത്, അതായത് ലോക്കൽ ഹോസ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ IP അഡ്രസ്സ് 127.0.0.1 അത് കൊടുത്ത് ഡാറ്റ ആക്സസ് ചെയ്യുക. ഇവിടെ സ്റ്റോറിൻ്റെ സൈറ്റിൽ പ്രൊഡക്റ്റിൻ്റെ സ്റ്റോക്ക് നോക്കാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ആ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ബാക്ക് എൻഡിൽ ക്വറി പ്രോസസ്സ് ചെയ്തിട്ട് ആ സ്റ്റോക്ക് എത്ര ഉണ്ടെന്ന് കാണിച്ചു തരും. ഇനി ഇവിടെ പറയുന്നത് ആ URL മാറ്റി ലോക്കൽ ഹോസ്റ്റിലേക്ക് ഒരു റിക്വസ്റ്റ് കൊടുക്കുക, അഡ്മിൻ പേജ് ആക്സസ് ചെയ്യാൻ വേണ്ടി. സൈറ്റ് വൾണറബിൾ ആണെങ്കിൽ അഡ്മിൻ പേജ് ആക്സസ് ചെയ്യാൻ പറ്റും. കാരണം ഈ റിക്വസ്റ്റ് ലോക്കൽ ഹോസ്റ്റിൽ നിന്നും ആയതുകൊണ്ട് ഇതിൻ്റെ റിസൾട്ട് കിട്ടും. ഇനി ഇതിൻ്റെ ഒരു ലാബ് നോക്കാം. ബേസിക് SSRF അഗേൻസ്റ്റ് ദി ലോക്കൽ സെർവർ. ഈ ലാബിൽ സ്റ്റോക്ക് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ ഉള്ള ഒരു ഫീച്ചർ ഉണ്ട്. അത് ഇന്റേണൽ സിസ്റ്റത്തിൽ നിന്നാണ് കളക്ട് ചെയ്യുന്നത്. അതായത് ആ സെർവറിൻ്റെ ഉള്ളിൽ തന്നെ ഇതിൻ്റെ ഡാറ്റ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അഡ്മിൻ ഇന്റർഫേസ് ആക്സസ് ചെയ്തിട്ട് കാർലോസിനെ ഡിലീറ്റ് ചെയ്യണം. അതാണ് ഈ ലാബിൻ്റെ ടാസ്ക്. ഇപ്പോൾ ലാബ് ആക്സസ് ചെയ്യാം. ഇതിലൊരു പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽ നോക്കാം. ഇനി ഇവിടെ താഴെ നോക്കിയാൽ സ്റ്റോക്ക് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. ഇവിടെ അതിൽ ക്ലിക്ക് ചെയ്താൽ ഓരോ വാല്യൂ കാണിക്കും. ഇതിൻ്റെ സ്റ്റോക്കിൻ്റെ റിസൾട്ട് കാണിക്കും. ഇനി ഈ റിക്വസ്റ്റ് വെബ് സ്യൂട്ടിൽ ഇന്റർസെപ്റ്റ് ചെയ്തിട്ട് റിപ്പീറ്ററിൽ കൊടുക്കാം. ഇവിടെ താഴെ നോക്കിയാൽ സ്റ്റോക്ക് API എന്നൊരു ഫീൽഡ് കാണാം. ഈ റിക്വസ്റ്റ് ബാക്കെൻഡിൽ കൊടുത്തിട്ടാണ് സ്റ്റോക്കിന്റെ റിസൾട്ട് നമുക്ക് കാണിച്ചു തരുന്നത്. ഇനി ആ URL മാറ്റി HTTP ലോക്കൽ ഹോസ്റ്റ് /admin എന്ന് കൊടുക്കുക. അതിന്റെ റെസ്പോൺസിൽ 200 ആണ് കാണിക്കുന്നത്. അതായത് ഈ റിക്വസ്റ്റ് സക്സസ് ആണ്. ഇനി ഇതിൽ താഴേക്ക് സ്ക്രോൾ ചെയ്ത് വന്നാൽ കാർലോസിനെ ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു പാത്ത് കാണാം. ഇനി ഈ പാത്ത് സ്റ്റോക്ക് API അവിടെ കൊടുക്കാം. എന്നിട്ട് റിക്വസ്റ്റ് സെൻഡ് ചെയ്യാം. അപ്പോൾ കാർലോസ് എന്ന യൂസർ ഡിലീറ്റ് ആവുകയും ചെയ്യും. ഈ ലാബും കംപ്ലീറ്റ് ആയി. ഈ ലാബിൽ സെർവറിലെ ലോക്കൽ ഹോസ്റ്റ് യൂസ് ചെയ്ത് അഡ്മിൻ ആക്സസ് കിട്ടി. അതിൽ നിന്ന് ഒരു കാർലോസ് എന്ന യൂസറിനെ ഡിലീറ്റ് ചെയ്യാനുള്ള പാത്ത് കിട്ടി. അത് റിക്വസ്റ്റായി സെൻഡ് ചെയ്തപ്പോൾ ആ യൂസർ ഡിലീറ്റ് ആവുകയും ചെയ്തു.